All of you welcome back to my channel. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ലെമണും ചെറിയും ചേർന്നിട്ടുള്ള നല്ലൊരു ജ്യൂസാണ്. അപ്പം ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു അര കപ്പ് ചെറിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഡയറക്റ്റായിട്ടല്ല ചേർക്കുന്നത്. ഇനി അതിലേക്ക് 2 ചെറിയ നാരങ്ങയുടെ ജ്യൂസാണ് ചേർക്കാൻ പോകുന്നത്. ഇതൊരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചേർക്കാൻ പോകുന്നത്. അത് നമ്മൾ മിക്സിയിൽ അടിക്കുമ്പം ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞിടണം. പിന്നെ എടുക്കുന്ന പുതിന ലീഫ് നല്ല ഫ്രഷ് ആയിരിക്കണം. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചേർക്കുന്ന വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചതായിരിക്കണം. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറി 2 കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു പാത്രത്തിലെടുത്ത് നമ്മളത് തിളപ്പിക്കാൻ പോവുകയാണ്. അപ്പം ഇത് 2ആയിട്ട് കട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ കഷ്ണങ്ങളാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കും. അപ്പോൾ ഈ തിളപ്പിച്ചെടുക്കുമ്പം നമുക്ക് ഈ ചെറിയിലുള്ള കളറ് ഫുള്ളായിട്ട് ആ വെള്ളത്തിലേക്ക് വരും. അതുപോലെ തന്നെ അതിൻ്റെ സത്ത് മുഴുവനും നമുക്ക് ജ്യൂസ് അടിക്കുന്ന സമയത്ത് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എപ്പോഴും ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ കൂടുതൽ എമൗണ്ട് ഉണ്ടാക്കി ഞാൻ കാണിച്ചു തന്നതുപോലെ അത് ഉണ്ടാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി. ഇനി മിക്സി ജാറിലേക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബും ഇട്ടതിന് ശേഷം ഇഞ്ചിയും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെറി സിറപ്പും കൂടി ഒഴിക്കുക. ഇനി അതിലേക്ക് നമ്മുടെ 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, പുതിന ഇല, ആവശ്യത്തിന് തണുത്ത വെള്ളം, അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തണുത്ത വെള്ളം ആയിരിക്കണം, അതും കൂടി ഒഴിച്ച് നല്ലവണ്ണം അടിച്ചെടുക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ചെറി സിറപ്പ് മിക്സി ജാറിലേക്ക് ഒഴിക്കുമ്പോൾ അത് നല്ലവണ്ണം തണുപ്പിച്ചതിന് ശേഷമേ ഒഴിക്കാവൂ. ഇനി നല്ലവണ്ണം ഇത് മിക്സിയിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പ എടുത്ത് അതുവഴി അരിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ചെറിയിലുള്ള എല്ലാ സത്തും നമ്മുടെ ജ്യൂസിലേക്ക് വന്നിട്ടുണ്ടാകും. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതൊരു സ്പൂണ് വെച്ച് നല്ലവണ്ണം പ്രസ് ചെയ്ത് ജ്യൂസ് മുഴുവനും നമ്മൾ സ്റ്റോർ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാൻ വേണ്ടി ഐസ് ക്യൂബ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജ്യൂസ് ഒഴിച്ചാൽ മതി. പക്ഷേ ഇങ്ങനെ സെർവ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ ഷുഗർ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ ഐസ് വാട്ടർ ഒഴിക്കും, അതിനകത്ത് മിക്സിയിൽ ഐസ് ക്യൂബ്സ് ഇടുന്നുണ്ട്. അപ്പം ഉറപ്പായിട്ടും പഞ്ചസാരയുടെ അളവ് കുറഞ്ഞു പോകുന്നതാകും. അപ്പം അത് നോക്കിയിട്ട് വേണം നമ്മൾ ലാസ്റ്റ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതെല്ലാം സെർവ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇതിലേക്ക് 4 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അങ്ങനെ ചെറി ലെമണേഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ജ്യൂസാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ വരുമ്പോഴും സപ്പോർട്ട് ചെയ്യുക.